അടുത്ത് നമുക്ക് പറയാനുള്ളത് ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ ഒന്നാം പാദവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുണ്ടാവുക. ചിങ്ങക്കൂറിൽ പൊതുവെ പറയുകയാണെങ്കിൽ വ്യാഴൻ 10ാം ഭാവത്തിലും ശനി 7ാം ഭാവത്തിലും നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇവിടെ കണ്ടക ശനിയും വ്യാഴം വഴിയുള്ളൊരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. പൊതുവെ നമുക്ക് ഈ ഒരു യോഗം, ഇവരുടെ ഇങ്ങനെയുള്ള യോഗങ്ങൾ പൊതുവെ നമുക്ക് ദോഷങ്ങൾ ചെയ്യും. വിവാഹപരമായിട്ടും തൊഴിൽപരമായിട്ടുമുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവാം. ദാമ്പത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആരോഗ്യപരമായി ശ്രദ്ധകൾ കൂടുതലായിട്ട് വേണം. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിന്ന് അബദ്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സ്ത്രീയും പുരുഷനും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ തൊഴിൽ, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ അപരിചിതരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയുക. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തൊഴിൽ ക്രമീകരിക്കുന്നതും ഗുണം ചെയ്യുന്നതായിരിക്കും. സുതാര്യമായുള്ള സമീപനത്താൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അതിജീവിക്കും എന്നുള്ളതാണ് പറയുക. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപവാദങ്ങളിൽ നിന്നും നമ്മൾക്ക് മുക്തി നേടാനുള്ള സമയം ഉണ്ട് എന്നുള്ളതാണ് പറയുക. കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈശ്വര പ്രാർത്ഥനകളാൽ ആപൽഘട്ടങ്ങളിൽ തരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുക. വ്യവസ്ഥകൾ പാലിക്കാൻ സാധിക്കാത്തതിനാൽ അർഹമായ പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള യോഗങ്ങൾ കാണുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ ഒരു കാര്യത്തിലും പ്രവർത്തിക്കരുത് എന്നുള്ളതും കൂടി എടുത്തു പറയുന്നു. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം ഉപേക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. അപകടങ്ങൾ പതിയെ നിൽക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി പറയുന്നു. പൊതുവെ നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ചിങ്ങം രാശിക്കാരെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ തന്നെ ഈ ഒരു വ്യാഴൻ വ്യാഴൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. എത്രയും നമ്മൾ തൊഴിലിൽ നമുക്ക് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് മുന്നിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് അത് അല്ലെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കർമ്മസ്ഥാനത്തെ ക്ലേശാനുഭവങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത മുന്നേറ്റത്തിന് ഒരു പരിധിവരെ മറ്റുള്ളവരുടെ പ്രേരണയും പ്രോത്സാഹനവും ആവശ്യമായിട്ട് നിങ്ങൾക്കുണ്ടാവാം. അർപ്പണ മനോഭാവം, നിഷ്കർഷ ലക്ഷ്യബോധം, ജിജ്ഞാസ തുടങ്ങിയ പ്രവർത്തനക്ഷമതയ്ക്കും പദ്ധതി പൂർത്തീകരിക്കുന്നതിനും വഴിയൊരുക്കും. നിങ്ങളുടെ പിടിവാശിയും മുൻകോപവും ഉപേക്ഷിക്കേണ്ടതായി വരും. ആരോഗ്യകാര്യങ്ങളിൽ ക്രയവിക്രയങ്ങളും നല്ല ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയുക. ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം അപകീർത്തിക്ക് ഇടവരുത്തും എന്നതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ തന്നെ ഈ 7ൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ വിവാഹപരമായിട്ട് വിവാഹം കഴിഞ്ഞവർ തമ്മിലുള്ള ഐക്യതക്കുറവുകൾ, വഴക്കുണ്ടാക്കുക, സങ്കടങ്ങൾ ഉണ്ടാവുക, ചെറിയ ചെറിയ സംശയരോഗങ്ങൾ വന്നു ചേരുന്നതൊക്കെ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയുക. ഇപ്പോൾ പ്രണയം ചെയ്ത് നടക്കുന്ന ആളുകളാണെങ്കിൽ കൂടി അവരുടെ പ്രണയങ്ങളെല്ലാം പൊട്ടാനുള്ള സാധ്യതകൾ കൂടി എടുത്ത് പറയേണ്ടതാണ്. വിവാഹങ്ങൾ ശ്രമിക്കുന്ന ആളുകൾക്ക് വിവാഹങ്ങൾ മുടങ്ങുവാനും അതേപോലെ തന്നെ മുടങ്ങിയതിന് ശേഷം ചില നിബന്ധനകളാൽ വിവാഹം നടക്കേണ്ടതായ യോഗം കൂടി ഉണ്ടാകും എന്നാണ് എടുത്ത് പറയുക. അപ്പോൾ യോഗങ്ങളൊക്കെ കുറച്ച് മോശമാണ് ഈ സമയം എന്നാണ് പറയുന്നത്. ഈശ്വരസേവ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയാം. തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഈ നമ്മുടെ ജോലിയിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ പുതിയ ജോലിയിൽ ചേർന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അവിടെ തന്നെ ചതി വഞ്ചനകളെല്ലാം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു തൊഴിൽപരമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പണമിടപാടുകൾ ചെയ്യുന്ന ആളുകൾ അവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുക. സ്ത്രീകൾ മൂലം പുരുഷന്മാർക്കും പുരുഷന്മാർ മൂലം സ്ത്രീകൾക്കും ചില അപവാദങ്ങളെല്ലാം കേൾക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതും കൂടി ആ ഒരു യോഗം കൂടി കാണുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങളിൽ നിന്നും അപകടം സംഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വീട് വയ്ക്കുന്നതിനും അല്ലെങ്കിൽ പുതിയ ഭൂമി വാങ്ങുന്നതിനും എല്ലാം അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നു. ജോലികൾ മാറ്റങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉടൻ തന്നെ അത് ലഭിക്കുന്നതായിരിക്കും. വിദേശത്തുള്ള ആളുകൾക്കും നല്ല സമയം തന്നെ എന്ന് പറയുന്നു. ഭക്ഷണങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് വിഷാംശങ്ങളെല്ലാം പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കുക. ഈശ്വര സേവ ചെയ്യുക. നന്ദി, നമസ്കാരം.